ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം തിരുവചനം. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് യേശുവിൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. ഗുരു, യേശുവേ നീ എന്തു പറയുന്നു? യേശുവിനെ കൊടുക്കാൻ വേണ്ടി കുടിലതന്ത്രവുമായി യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ഫരിസയരും സദൂക്കായരും. യേശു മറുപടിയൊന്നും പറയാതെ അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ആ സമയത്ത് 7-ാമത്തെ വാക്യം പറഞ്ഞത്, അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ അന്ന് യഹൂദന്മാരെ നോക്കി പറഞ്ഞ വചനം ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആഴമായി നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കുറവ് കണ്ടാൽ, ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് ഒരു അപവാദം കേട്ടാൽ, ഏതെങ്കിലും ദേശത്ത് എന്തെങ്കിലും നടന്നു എന്ന് ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ ഉടനെ അവർക്കെതിരെ വിധി പറയുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും അവർക്കെതിരെ ഗ്രൂപ്പ് കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ ഒരു വ്യർത്ഥവാക്ക് പറയാൻ, ഒരു പരദൂഷണം പറയാൻ വ്യക്തികളോട് സംസാരിക്കണമായിരുന്നു ആധുനിക വാർത്താമാധ്യമങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ. എന്നാൽ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം വന്നു, സോഷ്യൽ മീഡിയാസിൻ്റെ സൗകര്യങ്ങൾ കൂടി, നവമാധ്യമങ്ങളിൽ എല്ലാവരും കൂടുതൽ വ്യാപൃതരാകുന്നതിനനുസരിച്ചിട്ട് ഒരു തിന്മ കണ്ടാൽ, ഒരു പാഴ്വാക്ക് കേട്ടാൽ, ഒരു വ്യർത്ഥവാക്ക് കേട്ടാൽ, പണ്ട് ആയിരങ്ങളോടും പതിനായിരങ്ങളോടും പറയാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ അത് ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കും എത്തിക്കാവുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ നമ്മുടെ കൈവശമുണ്ട്. അതിനൊത്തിരി നന്മയുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ വ്യർത്ഥവാക്കുകൾ പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, മറ്റുള്ളവർക്കെതിരെ ആരോപണത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന, അധരങ്ങൾ ഉയർത്തുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു കെണിയായി തീരും. ഈ കാലഘട്ടത്തിൽ പിശാച് ഉപയോഗിക്കുന്ന അവൻ്റെ ഏറ്റവും വലിയ കെണികളിൽ ഒന്നാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഇനി സത്യമാണെങ്കിൽ പോലും മറ്റുള്ളവരെ വിധിക്കാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ കർത്താവ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, പിടിക്കപ്പെട്ട വ്യഭിചാരിണി അവൾ പാപം ചെയ്തു എന്നതിനെക്കുറിച്ച് ആരും തർക്കിക്കുന്നില്ല, യേശുവും അത് നിഷേധിക്കുന്നില്ല. അവൾ നിയമം ലംഘിച്ചു എന്നതിനെക്കുറിച്ചും യേശു ഒന്നും പറയുന്നില്ല. അതെല്ലാം ഈശോ അംഗീകരിച്ചു, അതെല്ലാം ഈശോ ഉൾക്കൊണ്ടു. പക്ഷേ യേശു പറയുന്നത് പാപനീയവസ്ഥയുടെ അല്ല, മറിച്ച് അവളെ പിടിച്ച് അവളെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്ന, തങ്ങളെ തന്നെ നീതിമാന്മാരായി കണക്കാക്കുന്ന, മറ്റുള്ളവർക്കെതിരെ കൈ ഉയർത്തുന്ന, മറ്റുള്ളവർക്കെതിരെ പരാതി പറയുന്ന ഫരിസയരോടും സദൂക്കരോടും ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോടും കർത്താവ് ഇതേ കാര്യം തന്നെ പറയുകയാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, ഇടവക സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സഭാ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, ആയിരിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എല്ലാവരും കല്ലെറിയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് യൂണിയൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും വ്യത്യസ്തമായ ആശയങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിലും കല്ലെറിയാൻ വേണ്ടി പോകുമ്പോൾ ഈശോ പറഞ്ഞ വചനം നമുക്കും ബാധകമാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹൻ റോമായിലെ സഭയ്ക്ക് പ്രത്യേകം ആഹ്വാനം കൊടുത്തു, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയാണേലും മറ്റൊരുവരെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. നിനക്ക് എത്ര വിശുദ്ധിയുടെ പുണ്യം പറയാനുണ്ടെങ്കിലും, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ പറയാനുണ്ടെങ്കിലും, നിനക്കൊരു പാപവും ഇല്ലാന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിലും, പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് ലേഖനം എഴുതി പറഞ്ഞു വെക്കുകയാണ്, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയാണെങ്കിലും, ഏത് ജീവിതാന്തസ്സിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, നിന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലതാണ് പറയുന്നെങ്കിലും, നീ ആര് തന്നെയാണെങ്കിലും
മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് സഭാമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നു, എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ഒരുപക്ഷെ പാപനിയായി ചെയ്ത പാപമല്ലായിരിക്കും നീ ചെയ്യുന്നത്, പക്ഷെ നിന്റെ ജീവിതത്തിൽ ബലഹീനതയായി വേറെ പാപങ്ങളുണ്ട്. അതൊരു പക്ഷേ ജനം കാണുന്നില്ലായിരിക്കും, സമൂഹം കാണുന്നില്ലായിരിക്കും, പക്ഷെ ഹൃദയങ്ങളെ കാണുന്ന കർത്താവ് നിന്റെ അകൃത്യങ്ങൾ, നിന്റെ കുറവുകൾ കാണാതെ പോകില്ല. അവൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുത്ത് മതിയാകും. ഹല്ലേലൂയ. അന്ത്യകാലത്തോടടുക്കുമ്പോൾ ഈ ഭൂമിയിൽ വർദ്ധിക്കുന്ന പാപങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പാപം പരദൂഷണത്തിൻ്റെ വ്യർത്ഥവാക്കുകളുടെ പാപമാണ്. അതിനെക്കുറിച്ച് യൂദാസ്ലീഹയുടെ ലേഖനത്തിൽ 18-ാമത്തെ വാക്യത്തിൽ യൂദാസ്ലീഹ പ്രത്യേകിച്ച് പറഞ്ഞു വെക്കുകയാണ്, അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരദൂഷകരുടെ എണ്ണം പെരുകുന്നത് അവസാന നാളുകളുടെ കാലത്തിൻ്റെ അന്ത്യത്തിൻ്റെ അടയാളമായിട്ട് യൂദാസ്ലീഹ എഴുതി വയ്ക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 9ഉം 10ഉം വാക്യങ്ങളിൽ യോഹന്നാൻ സ്ലീഹ എഴുതി വയ്ക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ആ പുരാതന സർപ്പത്തെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇനി ആ പുരാതന സർപ്പത്തിൻ്റെ ലക്ഷണം എന്താണ്? വചനം പഠിപ്പിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം, എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. വലിച്ചെറിയപ്പെട്ട പുരാതന സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ്റെ പ്രത്യേകത, അവൻ രാപകൽ ദൈവമക്കളെ പഴി പറഞ്ഞിരുന്നവനാണ്. രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവനാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്തിൽ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പിശാചിന്റെ സ്വഭാവമാണ് പഴി പറയുക, കുറ്റം പറയുക, പരദൂഷണം പറയുക, ദൈവമക്കളെ കുറിച്ച് നിരന്തരം, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് നിരന്തരം പഴിവാക്കുകൾ പറയുക എന്നുള്ളത്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതല്, നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്കെതിരെ കുറ്റം പറയുന്ന രീതിയുണ്ടെങ്കിൽ, മറ്റുള്ള വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അത് ഏത് വ്യക്തിയുമായിക്കോട്ടെ, എന്ത് കുറവുള്ള വ്യക്തിയുമായിക്കോട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്നെ സ്വാധീനിക്കുന്ന അരൂപി ദൈവാത്മാവിൻ്റെ അരൂപിയല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ പുരാതന സർപ്പത്തിൻ്റെ അരൂപിയാണെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. മർക്കോസ് ലീഗ 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഉടനെ അറിയാവുന്ന ആൾക്കാർക്ക് അത് ഫോർവേഡ് ചെയ്യാന്നുള്ളതാണ്. ഒപ്പം ഒരു ലൈക്കും കൂടെ അടിച്ചു കൊടുക്കും. അതിന് സത്യാവസ്ഥ എന്താണെന്നോ അതുവഴി നമ്മൾ ചെയ്യുന്ന പാപം എന്തോന്നോ അറിയാതെ, അതൊരു കൂട്ടായ്മയിൽ ചേർന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇന്ന് പലരും ഈ വ്യാജ വാർത്തകളുടെ പിന്നാലെയാണ്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി വന്നവരെ പോലെ ഇന്ന് നമ്മൾ മറ്റുള്ളവരെ കല്ലെറിയാൻ വേണ്ടി നടക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് മർക്കോസ് അപ്പോസ്തലൻ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത്, ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ ഈശോയുടെ ഉയർപ്പിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാവിൻ്റെ പാപം വഴി വരുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? വിശുദ്ധ ലിഖിതത്തിൽ ഒരു വ്യക്തി നാവുകൊണ്ട് പാപം ചെയ്താൽ, വ്യർത്ഥ വാക്കുകൾ പറഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വചനത്തിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം 13-ാമത്തെ തിരുവചനം വചനം പഠിപ്പിക്കുന്നു, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ ആണ്. ഹല്ലേലൂയ. നാവ് കൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിക്ക്, മറ്റുള്ളവരെ ദുഷിച്ചു പറയുന്ന വ്യക്തിക്ക് വചനം പഠിപ്പിക്കുകയാണ്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. എന്താണ് ശപിക്കപ്പെട്ട വ്യക്തിയുടെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ആബേലിനെ കൊന്ന കായനോട് കർത്താവ് പറഞ്ഞു, 4-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ ഭൂമി ശപിക്കപ്പെട്ടവനായിരിക്കുന്ന കായനോട് പറഞ്ഞിട്ട് ഈ ശാപം വരുന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ്? 4-ാം അധ്യായത്തിൽ 12 മുതൽ വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു, കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല. ഹല്ലേലൂയ.
നീ ഏർപ്പെടുന്ന ഉപജീവന മാർഗം, അത് കൃഷിയായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ജോലി മേഖലയായിരിക്കാം, മക്കളെ വളർത്തുന്ന മേഖലയായിരിക്കാം, ഏത് തരമായിക്കോട്ടെ, ആത്മീയ മേഖലയായിരിക്കാം, നീ ഏർപ്പെടുന്ന മേഖലയിൽ നിനക്ക് ഫലം ലഭിക്കില്ല. നീ അധ്വാനിക്കും, പക്ഷെ അത് വൃഥാവിലാകും. ശാപം കിട്ടിയ വ്യക്തിയുടെ, ശാപം കിട്ടുന്ന സമൂഹത്തിന്റെ പ്രത്യേകതയാണ് അവർ അധ്വാനിക്കും, ഏറെ കഠിനാധ്വാനം ചെയ്യും, പക്ഷെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കില്ല. വചനം പഠിപ്പിക്കുകയാണ് പ്രഭാഷണ പുസ്തകത്തിൽ 28-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് ആരെക്കുറിച്ച് വായിക്കൊള്ളട്ടെ, സത്യമായാലും അല്ലാത്തതാണെങ്കിലും നീ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ വചനം നമ്മൾ ലംഘിക്കുകയാണ്, നീ കല്ലെറിയുകയാണ്, നീയും അതേ വിധിയാൽ വിധിക്കപ്പെടും. ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം വ്യർത്ഥവാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളതാണ്. അത് കൂട്ടുകൂടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവരെ തമാശ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ എതിർത്ത് പറഞ്ഞാൽ, ഞാൻ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, മനുഷ്യപ്രീതി വിചാരിച്ച് മറ്റുള്ളവരുടെ ജനക്കൂട്ടം കൂടുമ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ ദൈവത്തിൻ്റെ അഭിപ്രായമാകണം നിർബന്ധമില്ല. യേശുവിനെ കൊല്ലാൻ വേണ്ടി ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞപ്പോൾ മെജോറിറ്റി ജനം വിളിച്ചു പറഞ്ഞു, ബഹുഭൂരിപക്ഷം വിളിച്ചു പറഞ്ഞു അവനെ കൊല്ലുക എന്നുള്ളത്. നിഷ്കളങ്കന്റെ രക്തം ചിന്താൻ അത് കാരണമായി എന്ന് തിരിച്ചറിയുക. മെജോറിറ്റി ജനം പറഞ്ഞു എന്നതുകൊണ്ട്, എല്ലാവരും പറഞ്ഞതുകൊണ്ട് അത് ദൈവഹിതമാകണം നിർബന്ധമില്ല. ഇസ്രായേൽ ജനം മുഴുവൻ കാളക്കുട്ടി ആരാധിച്ചതുകൊണ്ട് അത് ദൈവഹിതമാകണം നിർബന്ധമില്ല. ഒരുപക്ഷെ ദൈവത്തിന്റെ പക്ഷത്ത് മോശ പ്രവാചകൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രഭാഷണ പുസ്തകം വചനം പഠിപ്പിക്കുകയാണ്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. വ്യർത്ഥവാക്കുകൾ പറയുന്ന വ്യക്തിയുടെ ഒന്നാമത്തെ തിന്മയാണ് അവൻ ശപിക്കപ്പെട്ടവനായി തീരും. രണ്ടാമത്തെ ഒരു പ്രത്യാഘാതം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, ഭക്തർ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും, മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ, അത് വൈദികരായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം, പിതാക്കന്മാരാകാം, അൽമായ പ്രേക്ഷിതരായിരിക്കാം, ഇടവപ്പള്ളിയിലെ മതാധ്യാപകരായിരിക്കാം, ആത്മീയ ശുശ്രൂഷയുള്ളവർ, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകുന്നവർ, സഭയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ, അവർക്കെതിരെ ഒത്തിരിയേറെ പിറുപിറുക്കുന്ന ജനം നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ പഴി പറയുന്ന, അവരെ പരിഹസിക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച്. പ്രഭാഷണ പുസ്തകം വചനം പഠിപ്പിക്കുന്നു, ഭക്തർ വീഴുമ്പോൾ ആനന്ദിക്കുന്നവർ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് പറഞ്ഞ് നിങ്ങൾ കുടുംബത്തിൽ കളിയാക്കി ചിരിച്ചാൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ അതേക്കുറിച്ച് പരിഹസിച്ച് പറഞ്ഞാൽ, വചനം പഠിപ്പിക്കുകയാണ്, ഭക്തർ വീഴുമ്പോൾ ആനന്ദിക്കുന്നവർ കെണിയിൽ കുടുങ്ങും, മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. അന്ത്യവിധിക്ക് ശേഷമുള്ള വേദനയെ കുറിച്ച് അല്ല പറയുന്നത്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ വേദന ആ വ്യക്തികളുടെ ജീവിതത്തിൽ വരുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യം നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? മോശ ചോദിക്കുന്നില്ലെങ്കിലും മോശയ്ക്ക് വേണ്ടി കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? 10-ാമത്തെ വാക്യത്തിൽ, കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും മിരിയാമിൻ്റെ ദേഹം മുഴുവൻ കുഷ്ഠം വരികയാണ്. 12-ാമത്തെ വാക്യമാകുമ്പോൾ അഹ്റോനും മിരിയാമും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഗർഭപാത്രത്തിൽ പുറത്തു വരുമ്പോൾ തൻ്റെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവൾ ആകരുത്. മോശയ്ക്കെതിരെ പിറുപിറുത്ത അഹ്റോനും മിരിയാമോ കുഷ്ഠം വന്നു കഴിഞ്ഞപ്പോൾ, മിരിയാമിന്റെ കുഷ്ഠം വന്നപ്പോൾ അഹ്റോൻ നിലവിളിക്കുകയാണ്, കർത്താവേ, ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ പകുതി അഴിഞ്ഞ ജീവിതം പോലെ, ശിശുവിന്റെ ശരീരം പോലെ അവൾ ആകരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. വ്യർത്ഥവാക്കുകൾ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രഭാഷകൻ 27-29 വചനപ്രകാരം വചനം പഠിപ്പിച്ചു, മരണത്തിന് മുമ്പ് വേദന അവരെ വിഴുങ്ങും. നാവ് കൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിക്ക് രണ്ടാമത്തെ തിന്മയാണത്. മൂന്നാമത്തെ പ്രത്യാഘാതമായി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനം വചനം പഠിപ്പിക്കുന്നു, നീ വിവേകിയെങ്കിൽ നിനക്ക് പ്രയോജനം, നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും.
കാരണമുണ്ടെങ്കിൽ പരിഹസിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ന്യായമാണെങ്കിൽ പരിഹസിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. ബൈബിളിൽ സാമുവേൽ 2-ാമത്തെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ദാവീദിൻ്റെയും മിഖാലിൻ്റെയും ചരിത്രം വചനം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വാഗ്ദാന പേടകം കർത്താവിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വാഗ്ദാന പേടകം തിരിച്ചു കിട്ടിയത് സന്തോഷിക്കുന്ന ദാവീദ് രാജാവ് വലിയ സന്തോഷത്തോടെ മതിമറന്ന് പരിസരം മറന്ന് നൃത്തം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുന്ന സമയത്ത് പുറംകുപ്പായ നഷ്ടപ്പെട്ടത് അവൻ അറിയുന്നില്ല. ഒരു അരക്കച്ച മാത്രം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല, ദൈവത്തിന് വേണ്ടി മാത്രം നൃത്തം ചെയ്യുകയാണ്. ഇത് കണ്ട് ലജ്ജ തോന്നിയ മിഖാല് ദാവീദിനെ കളിയാക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ 2 സാമുവേൽ 6-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, ദാവീദ് നൃത്തം ചെയ്തപ്പോൾ ലജ്ജ തോന്നിയ മിഖാലിനെ കുറിച്ച്, സാവൂലിന്റെ പുത്രി മിഖാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. മരണം വരെ സന്താനരഹിതയായി തീരുക എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് കുഞ്ഞില്ലാതിരിക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു ശാപം, അങ്ങനത്തെ ഒരു വേദന ഈ മിഖാലിന്റെ ജീവിതത്തിൽ വന്നു. വചനം പഠിപ്പിക്കുന്നു, നീ പരിഹസിച്ചാൽ അത് നീ ഏൽക്കേണ്ടി വരും. ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 28-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം, അതിൽ 4-ാമത്തെ പ്രത്യേകത, വചനത്തിൽ വ്യർത്ഥവാക്കുകൾ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ആരെക്കുറിച്ച് നിന്ദിക്കുന്നുവോ ആ വ്യക്തിക്ക് കുറവുണ്ടോ ഇല്ലയോ അതല്ല ഇവിടെ വിഷയം. നീ നിന്ദിച്ചാൽ നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ കഠിനമാകും. ഇതിനെക്കുറിച്ച് രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ഏലീഷ പ്രവാചകന്റെ കാലത്ത് നടക്കുന്ന സംഭവം ഉണ്ട്. 6-ാം അധ്യായം വായിക്കുമ്പോൾ സമരിയാദേശത്ത് വലിയ ക്ഷാമത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നത്. അമ്മമാര് പട്ടിണി മൂത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ വേവിച്ച് തിന്നുന്ന ഒരു കാലഘട്ടം ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. അത്രയും പട്ടിണിയും അത്രയും ദാരിദ്ര്യമുള്ള സമയത്ത് ഇതാ 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഏലീഷ പ്രവാചകനിലൂടെ കർത്താവ് ഒരു ദൂത് കൊടുക്കുകയാണ്. 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, നാളെ ഈ നേരത്തെ സമരിയുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി മാവ് 1 ഷെക്കലിനും വിൽക്കപ്പെടും. അമ്മമാര് സ്വന്തം കുഞ്ഞുങ്ങളെ വേവിച്ച് തിന്നുന്ന കൊടിയ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ഇതാ പ്രവാചകൻ ഒരു ദൂത് പറയുകയാണ്. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, അസാധ്യമെന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു ദൂത് പ്രവാചകന്റെ അതരത്തിലൂടെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് രാജാവ് നിൽക്കുന്നുണ്ട്. രാജാവിൻ്റെ തോളിൽ ചാരി പടനായകൻ നിൽക്കുകയാണ്. രാജാവ് ഒന്നും മിണ്ടുന്നില്ല, ജനം ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ പടത്തലവൻ പ്രവാചകൻ പറഞ്ഞ വചനത്തെക്കുറിച്ച് ഒരു കമന്റ് പറയുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അതിൽ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? ദൈവം അരുളി ചെയ്തൊരു ദൂത് ഹൃദയത്തിൽ വിശ്വാസപൂർവ്വം സ്വീകരിക്കാതെ അതിനെക്കുറിച്ച് പടത്തലവൻ പരിഹസിക്കുകയാണ്. കർത്താവ് സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന്. ദൈവത്തിന്റെ വചനത്തെ അവൻ അവിശ്വസിച്ചെന്ന് മാത്രമല്ല, അവൻ നിന്ദിക്കാൻ തുടങ്ങി. ഉടനെ എലീശ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ അത് കാണും, എന്നാൽ അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല. നീ അത് കാണും, പക്ഷെ അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകളിൽ കൺവെൻഷനുകളിൽ രോഗിയെ സൗഖ്യം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നിന്ദിച്ച് നടന്നാൽ, അതിനെ പരിഹസിച്ച് നടന്നാൽ നമ്മൾ അത് കാണും, പക്ഷെ അതിൽ നിന്ന് നീ ഫലമെടുക്കില്ല. മറ്റുള്ളവരെ കൃഷിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നീ കാണും, ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നീ കാണും, സമ്പത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നീ കാണും, സമൂഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നീ കാണും. പക്ഷേ നീ ഒരു ദൈവ പൈതലിനെ നിന്ദിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഇതെല്ലാം കാണും, പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ അത് അനുഭവിക്കില്ല. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. വചനം പ്രത്യേകം പഠിപ്പിക്കുകയാണ്. 4-ാമത്തെ പ്രത്യേകതയാണ് നാവ് കൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന തിന്മ. 5-ാമത്തെ പ്രത്യേകത മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു,
മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ദിവസം പറയുന്ന വാക്കിനല്ല, ഒരു പാരഗ്രാഫിനല്ല, ഒരു സെന്റൻസിനല്ല, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പാപം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, നാവ് കൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നാവിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. ആറാമത്തെ പ്രത്യേകതയെ വചനം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. ജീവിതത്തിൽ തകർച്ച വരാൻ കാരണമാകുന്ന വചനം പഠിപ്പിക്കുകയാണ്. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ, അവൻ്റെ ജീവിതത്തിൽ വേറെ ദുരന്തത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. അത് പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് സംസാരിക്കുന്നത് മാത്രമല്ല, അത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചാറ്റിങ്ങിൻ്റെ പേര് നടക്കുന്നതാണെങ്കിലും ഓരോരോ വാക്കുകൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതാണെങ്കിലും അത് നിന്റെ നാവാണ്. പണ്ട് നീ നാവ് കൊണ്ട് സംസാരിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയാണ്, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സംസാരിക്കുകയാണ്. നാവ് നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ പ്രത്യേകതയെ വചനം പഠിപ്പിക്കുന്നു. പ്രഭാഷകൻ 28-26. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നതിന് മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. നീ നാവ് കൊണ്ട് തെറ്റ് ചെയ്താൽ നിന്റെ ജീവിതത്തിൽ പതിയിരിക്കുന്ന കെണികളിൽ നീ പെടും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. എട്ടാമത്തെ പ്രത്യേകത, തിമോത്തിക്ക് 2-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായം 16-ാമത്തെ വചനം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഇന്ന് പുതിയ തലമുറയെക്കുറിച്ച്, യുവജനങ്ങളെക്കുറിച്ച്, കൊച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾ വലിയൊരു പരാതിയാണ്. അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല, പ്രാർത്ഥനയിൽ ശ്രദ്ധയില്ല, കുർബാനയിൽ ശ്രദ്ധയില്ല. കാരണം എന്താ? വ്യർത്ഥ വാക്കുകളുടെ ലോകം അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. 9-ാമത്തെ പ്രത്യേകതയായി മത്തായി സുവിശേഷകൻ 15-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾ, വ്യർത്ഥ വാക്കുകൾ നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കും. അശുദ്ധമായതിന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശനമില്ല. 10-ാമത്തെ പ്രത്യേകതയെ വചനം പഠിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. നുണ പറയുന്നവൻ്റെ നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും അല്ലെങ്കിലും നുണ പറയുന്നവൻ്റെ നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ആത്മാവിനെ നശിപ്പിക്കുന്നു പറഞ്ഞാൽ നിത്യ നരകത്തിന് നിന്നെ യോഗ്യനാക്കാൻ വേണ്ടി നാവിൻ്റെ പാപമതിയെന്ന്. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. 11-ാമത്തെ പ്രത്യേകതയായി മത്തായി സുവിശേഷകൻ 18-ാം അധ്യായത്തിൽ 6-7 വാക്യത്തിൽ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പേരം നൽകുന്നവന് കൂടുതൽ നല്ലത് കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതായിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവൻ രക്ഷ പ്രാപിക്കാത്ത വിധത്തിൽ അവൻ തകർച്ചയിലേക്ക് പോകും എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിൻ്റെ മേഖലയിൽ പാപം ചെയ്യുന്നവരെ വിധിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു വെച്ചിട്ടുള്ള വചനമാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന്. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു ചിന്ത വരും, അപ്പോൾ ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിൽ പലതും കണ്ടു, വാർത്തകൾ പലതും കണ്ടു, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലേ? അത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പാടില്ലേ? നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, സുവിശേഷമാണ് നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമെങ്കിൽ, യേശു പറയുന്ന രീതിയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതശൈലി. യേശു പറഞ്ഞതിന് വിപരീതമായി പോയി കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയല്ല. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി മറ്റ് വാർത്തകളോട് പ്രതികരിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് വചനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. യൂദാസിൻ്റെ ലേഖനത്തിൽ 9-ാമത്തെ വാക്യം. മോശയുടെ ശരീരത്തെ പ്രതി മുഖ്യദൂതനായ മിഖായേൽ പിശാചിനോട് തർക്കിക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. വിധി കർത്താവിനെ ഏൽപ്പിച്ചു. മിഖായേൽ ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രതികരണം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ. മൂന്നാമത്തെ ഒരു പ്രതികരണ രീതി അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 7-ാം അധ്യായം 60-ാമത്തെ വാക്യത്തിൽ
എസ്തബനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് എസ്തബനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതെന്ന്. കല്ലെറിഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്ന സമയത്ത് പോലും, ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് പോലും എസ്തബനോസ് യേശുവിൻ്റെ ശൈലിയിൽ മുന്നോട്ട് പോയി, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞ്. നാലാമത്തെ ഒരു പ്രതികരണം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 19 നമ്മൾ കാണുന്നു. യേശു പറഞ്ഞു, പിതാവേ, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് കുറവുണ്ട്, അവർക്ക് പോരായ്മയുണ്ട്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് യേശു കുരിശിൽ മരിച്ചു. അവൻ ലോകത്തിൻ്റെ പാപം നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറി. അതേ ദൗത്യം യേശുവിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൗത്യത്തിൽ പങ്കുപറ്റാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ഈശോ പറഞ്ഞു, അവരും സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു വിധിക്കരുതെന്നും കല്ലെറിയരുതെന്നും പറയുന്നതിന് കാരണം, പാപത്തിന് പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ മഗ്ദലന മറിയത്തെ നീ കല്ലെറിഞ്ഞു കൊന്നാൽ ഒരുപക്ഷെ നാളെ ഉയർപ്പിൻ്റെ സാക്ഷിയായി ശിഷ്യന്മാരോട് ലോകത്തോട് വിളിച്ചു പറയേണ്ട ഉയർപ്പിൻ്റെ ആദ്യത്തെ സാക്ഷിയായിരിക്കും നീ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ചുങ്കം പിരിച്ചതിൻ്റെ പേരിൽ മത്തായി സുവിശേഷം നീ കല്ലെറിഞ്ഞു കൊന്നാൽ ഒരു സുവിശേഷം എഴുതി ലോകത്തോട് മുഴുവൻ യേശുവിന് സ്നേഹം പറയാൻ വേണ്ടി ദൈവം മാറ്റി നിർത്തിയ സുവിശേഷകരായിരിക്കും നീ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ആദിമസഭയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ സാവൂളിനെ നീ കല്ലെറിഞ്ഞു കൊന്നു കഴിഞ്ഞാൽ അനേക ലേഖനങ്ങൾ എഴുതി ആദിമസഭയെ പടുത്തുയർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് രക്തസാക്ഷിയായി തീർന്ന ആദ്യത്തെ മിഷണറിയായി, ഏറ്റവും വലിയ മിഷണറിയായി യുദ്ധം ചെയ്ത പൗലോസ് അപ്പോസ്തലനായിരിക്കാം നീ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ഒരുപക്ഷെ ഒരു കൊലപാതകം ചെയ്തതിൻ്റെ പേരിൽ മോശയെ നീ കല്ലെറിഞ്ഞു കൊന്നാൽ ഒരു ഇസ്രായേൽ ജനത്തെ മുഴുവൻ മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് നയിക്കുവാനും ദൈവത്തോട് വിശ്വസ്ത പുലർത്താനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മോശപ്രവാചകനായിരിക്കാം നീ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈശോ പറഞ്ഞ വചനം ഓർക്കുക, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് വച്ചാൽ, നീതിമാൻ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം ഇടറുന്നെങ്കിൽ ആരും നീതിമാനായിട്ടില്ല, പാപം ചെയ്യാത്ത ആരുമില്ല എങ്കിൽ, വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ പാപം ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തിയുണ്ടെങ്കിൽ, ഉപേക്ഷയിൽ പാപം ചെയ്യാത്ത വ്യക്തിയുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ കല്ലെറിയാൻ അനുവാദമുള്ളൂ, യോഗ്യതയുള്ളൂ. നമുക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ കല്ലെറിയട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് 2 കരകളത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഏത് വിഷയം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരെ കല്ലെറിഞ്ഞ്, മറ്റുള്ളവരെ വിധിച്ച്, സ്നേഹമില്ലാതെ കരുണയില്ലാതെ പെരുമാറി ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണമേ കർത്താവേ. നീ അളക്കുന്ന അളവോട് നിന്നോട് അളക്കപ്പെടുന്ന വചനപ്രകാരം കരുണയില്ലാതെ ഞങ്ങളെ വിധിക്കരുത് കർത്താവേ. കരുണയില്ലാതെ ഞങ്ങളെ വിധിക്കരുത് കർത്താവേ. കരങ്ങളെ തിരുവോഷം സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവിനെ നയിക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. തിരിച്ചറിവ് നൽകണമേ കർത്താവേ. വിശുദ്ധ ലിഖിതം അറിയാത്തതുകൊണ്ട് തെറ്റുകൾ കർത്താവേ പൊറുക്കണമേ. അനേകരെ കല്ലെറിയാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ട് കർത്താവേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നവ്യരായി മാറ്റണമേ. യേശുവേ നന്ദി. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായി ഇന്ന് ഈശോ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി, പുതിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ബലഹീനരായ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വരണമേ. പരിശുദ്ധൻ മഹോന്നത ദൈവം
രാജാധിരാജനാം മിശിഹാ പരിശുദ്ധൻ മഹോന്നത ദൈവം പരനെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും രാജാധിരാജനാം മിശിഹാ കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി ഈശോയെ സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയെ നോക്കി എന്നും ജീവിക്കുന്ന കർത്താവ്, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പരിപൂർണമായി അറിയുന്ന എൻ്റെ കർത്താവ്, അവിടുത്തെ സ്ഥാനത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി ആരാധിക്കുക ഈശോയെ. ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അതിനെ സംസാരിക്കട്ടെ. കരങ്ങൾ വീശി ചേർന്ന് പാടി ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ച് ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഈ ശുശ്രൂഷയെ പകരം എല്ലാ ദൈവമക്കളെയോ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ വ്യത്യസ്ത നിയോഗങ്ങളുമായി ശുശ്രൂഷ പകരുന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ കൃപ ചൊരിയണമേ. ഈശോയെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു. സ്വർഗവാസികളോട് ഞാൻ നിങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ നാഥന്റെ രക്ഷകർത്താവ് അവിടുന്ന് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. ഈശോയെ, ഹല്ലേലൂയ. അഭിഷേകത്തെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. ശരീരത്തിൽ ക്ഷീണം എടുത്തു മാറ്റണമേ. മനസ്സിന്റെ ഭാരം എടുത്തു മാറ്റണമേ കർത്താവേ. അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന കർത്താവേ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. കരങ്ങൾ താഴ്ത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തതയിലേക്ക് വരാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വചനം പഠിപ്പിക്കുന്നു. എൻ്റെ നാമത്തിൽ പിതാവായിരിക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് തള്ളി പറഞ്ഞവർ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ രക്തസാക്ഷികളായി തീർന്നു. അവർ ശക്തി പ്രാപിച്ചു. ഇന്ന് ദിവ്യകാരുണ്യ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ട് ഒത്തിരിയേറെ തെറ്റുകൾ പറ്റിപ്പോയി. ഒത്തിരി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു. നാവ് വഴി ഒത്തിരിയേറെ പാപം ചെയ്തു.
ഒത്തിരി ആളുകളെ വേദനിപ്പിച്ചു, കർത്താവിൻ്റെ ഹൃദയത്തെ നോവിച്ചു, സ്നേഹമില്ലാതെ പെരുമാറി. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ കർത്താവേ. പാപബോധവും പശ്ചാത്താപവും തരുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് അയക്കണമേ. നന്മതിന്മകൾ തിരിച്ചറിവ് നൽകുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് അയക്കണമേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിയും ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ നവ്യമായ അഭിഷേകത്തിന് ആഗ്രഹിച്ച് നന്മതിന്മയെ തിരിച്ചറിവ് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ശക്തിയോടെ അവിടുത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നാവിനെ സ്പർശിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണമേ, ബുദ്ധിയിൽ അന്ധകാരങ്ങൾ മാറ്റണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ അടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദാഹിക്കുന്നവർ എൻ്റെ അടുക്ക വന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ദുർഭകാവസ്ഥ ഏറ്റുപറയുന്നു. ഈ നാവ് കൊണ്ട് ചെയ്ത പാപങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ അവിടുന്ന് കടന്നു വരണമേ, തിരിച്ചറിവ് നൽകണമേ പരിശുദ്ധാത്മാവേ. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, വചനത്തെ കുറിച്ച് ബോധ്യം നൽകണമേ, നന്മ തിന്മകളെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ഈശോ പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. കർത്താവേ, അവിടുത്തെ സുവിശേഷം വായിക്കുവാൻ, വചനം വായിക്കുവാൻ, ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് വചനം പഠിപ്പിക്കുന്നുവോ അത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഹൃദയങ്ങൾ തുറക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ. നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപേക്ഷനായ കർത്താവേ, ഞങ്ങളുമേ കരുണയായിരിക്കണമേ, കുടുംബങ്ങളുമേ കരുണയായിരിക്കണമേ, സഭാ സമൂഹങ്ങളുമേ കരുണയായിരിക്കണമേ, ശുശ്രൂഷ മേഖലയുടെ മേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും കർത്താവിന് സന്ധ്യ സ്വസ്ഥമായി ഇരുന്ന് ജീവിതത്തെ മുഴുവൻ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് പരമേൽപ്പിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. നിനക്ക് സ്വന്തമായി നിന്റെ അവിശ്വസ്തത പരിഹരിക്കാൻ പറ്റില്ല എന്ന് കർത്താവിന് അറിയാം. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഈ ഭൂമിയിൽ ഇടറാത്തവർ ആരും തന്നെയില്ല. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ കുറവുകൾ വരുത്താത്തവർ ആരുമില്ല. പക്ഷേ പാപം ചെയ്യാത്തത് കൊണ്ടല്ല നമ്മൾ വിശുദ്ധരായിത്തീരുന്നത്. കഴിഞ്ഞ കാലത്തെ പാപത്തെ ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോരാൻ തീരുമാനമെടുക്കുമ്പോഴാണ് പുതിയൊരു കൃപയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുക. വിശുദ്ധ അഗസ്റ്റിൻ പാപം ചെയ്യാത്ത വ്യക്തി അല്ലായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പാപം ചെയ്യാത്ത വ്യക്തി അല്ലായിരുന്നു. മോശെ പ്രവാചകനും ബാക്കി അപ്പോസ്തലന്മാർ ആരും തന്നെ പാപം ചെയ്യാത്ത വ്യക്തികളല്ലായിരുന്നു. അവരൊക്കെ ഇടറിയവരാണ്, പക്ഷെ തിരിച്ചു വന്നവരാണ്. എന്നാൽ യൂദാസ് ഇടറിയവനാണ്, അവൻ തിരിച്ചു വന്നില്ല. അവൻ പത്രോസിനെ പോലെ കരഞ്ഞില്ല.
അവൻ പൗലോസിനെ പോലെ ഞാൻ ദുർഭകനാണെന്ന് ഏറ്റു പറഞ്ഞില്ല. ഇന്ന് ഈ ശുശ്രൂഷയെ പകരുന്ന ദൈവ പൈതലേ, നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, എത്ര തന്നെ കഠിന പാപത്തിലാണെങ്കിലും, എൻ്റെ കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊന്ന് ഹൃദയം നുറങ്ങി പറയാൻ നീ ഹൃദയത്തെ തുറന്നാൽ, നീ ഒന്ന് മനസ്സ് വെച്ചാൽ, അവിടെ ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. വിശുദ്ധ മരിയ ഭവശിലൂടെ കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ യോഗ്യതയുള്ളത്. ഹൃദയം തുറങ്ങി കർത്താവിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവേ, ഹൃദയം നുറങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടെ രക്ഷിക്കുന്നു. പാപം ചെയ്തു പോയ ദൈവമേ കനിയണമേ. അപരാധമില്ല ഏറ്റു ചൊല്ലാം ഈ പാപിയിൽ കനിയൂ. അപരാധമില്ല ഏറ്റു ചൊല്ലാം ഈ പാപിയിൽ കനിയൂ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. ഒരിക്കലും തള്ളി പറയില്ല എന്ന അഭിമാനത്തോടെ ഏറ്റുപറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ കോഴി കൂവുന്നതിന് മുമ്പ് യേശുവിനെ തള്ളി പറഞ്ഞു. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി, അവൻ്റെ ഹൃദയം നുറങ്ങി, അവൻ ഉള്ളു നുറങ്ങി കരഞ്ഞു. അവൻ്റെ കണ്ണ്, അവൻ്റെ ഹൃദയത്തിന് നൊമ്പരം കർത്താവ് കണ്ടു. നിന്നാലവിട്ടോടിയ കുഞ്ഞാടു ഞാൻ, പാപത്തിന്മേച്ചിൽ പുറങ്ങളിൽ സുഖം തേടി. നിന്നാലവിട്ടോടിയ കുഞ്ഞാടു ഞാൻ, പാപത്തിന്മേച്ചിൽ പുറങ്ങളിൽ സുഖം തേടി. അകന്നു പോയി താതാ കർത്താവേ, പൊറുക്കേണമേ. കരുണയാകണമേ കർത്താവേ. അകന്നു പോയി താതാ യേശുവേ, പൊറുക്കേണമേ. പിഴയേറ്റു ചൊല്ലുവാൻ വിറയാർന്നു നിൽക്കുമീ പാപിയിൽ കനിയേണമേ. പാപിയിൽ കനിയേണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. കർത്താവേ, കഠിനമായ ഹൃദയങ്ങളെ കാണണമേ. പാപത്തിൻ്റെ വഴിയെ പോയി ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. മറ്റുള്ളവരെല്ലാം നിലവിളിച്ച് കർത്താവിൽ സ്ഥിതി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാത്രം പ്രാർത്ഥന അനുഭവം തോന്നുന്നില്ല. ആത്മീയ കാര്യങ്ങളൊരു ശ്രദ്ധയും തോന്നുന്നില്ല. ഹൃദയം കഠിനമായ അവസ്ഥയാണ് കർത്താവേ. ഈ രാത്രി എന്നെ സ്പർശിക്കണമേ. തിരുഭവനം വെടിഞ്ഞ ധൂർത്തൻ ഞാൻ, പിതൃസ്നേഹം മറന്ന ക്ഷണികമാം സുഖം തേടി. തിരുഭവനം വെടിഞ്ഞ ധൂർത്തൻ ഞാൻ, പിതൃസ്നേഹം മറന്ന ക്ഷണികമാം സുഖം തേടി. പിഴച്ചു പോയി താതാ മാപ്പേകളേ. പിഴച്ചു പോയി താതാ
ജീവിക്കാൻ വരമേകണേ, ജീവിക്കാൻ വരമേകണേ. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറങ്ങി ജീവിതത്തെ എല്ലാ ദുർഭകാവസ്ഥയും കർത്താവിന് കൊടുത്ത് മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ വഴികൾ, എൻ്റെ അവിശ്വസ്ത മുറിവുകൾ, എൻ്റെ ജീവിതത്തിൽ എല്ലാ കുറവുകളും അറിയുന്ന കർത്താവേ, ദൈവമേ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയിലാന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടുത്തെ സന്നിധിപരായ യോഗ്യതയിൽ ഏറ്റുപറയുന്നു. അങ്ങയുടെ കരുണയിൽ മാത്രം ആശ്രയം വയ്ക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ പുത്രന്റെ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ദുർഭകരായ ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഈശോയേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് എന്റെ കർത്താവേ, പാവനിയായ സ്ത്രീ പാപത്തിന്റെ വഴിയിൽ നകലാൻ ഹൃദയത്തിൽ തീരുമാനമെടുത്ത് യേശുവിൻ്റെ പാദത്തിങ്കൽ അവൾ അണഞ്ഞ് കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ തുടച്ച് തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ അവൾ തുടച്ച് വൃത്തിയാക്കി, കണ്ണുനീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് അവൾ ഈശോയുടെ സന്നിധിയിൽ ജീവിതത്തെ സമർപ്പിച്ചു. യേശുവിൻ്റെ പാദത്തിങ്കൽ കരഞ്ഞവൾക്ക് പിന്നീട് ലോകത്തിൻ്റെ മുമ്പിൽ കരയേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ കാലത്തെ എല്ലാ കുറവുകളും പോരായ്മകളും എല്ലാ അവിശ്വസ്ത മുറിവുകളും ഈശോയുടെ കരതാറിലേക്ക് കൊടുത്ത് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, അവിശ്വസ്ത മുറിവുകൾ, നന്മ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒത്തിരി തിന്മ പറഞ്ഞു പോയ നാളുകൾ, നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒത്തിരിയേറെ അവസരങ്ങൾ, നന്മകൾ കണ്ടിട്ടും അത് പറയാതെ ഒത്തിരിയേറെ പേരുടെ സൽപ്പേര് കളഞ്ഞു, സത്യമാണെന്ന് അന്വേഷിക്കാതെ ഒത്തിരിയേറെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരിയേറെ വാർത്തകൾ അറിവുള്ളതും അറിവില്ലാത്തതും വ്യാജമായി പ്രചരിപ്പിച്ചു. ഇന്ന് ഞാൻ ഈ രാത്രി അനുദപിക്കുമ്പോൾ, ഇന്ന് കർത്താവിനെ അനുദപിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അയച്ചുവിട്ട വാർത്തകൾ ഇന്ന് എനിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് അത് എന്നേക്കുമായി വിട്ടുപോയി. ഇനി അനേകരെ അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, അനേകരെ ഇനി അത് കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കും. കർത്താവേ, എൻ്റെ എല്ലാ കുറവുകളും എല്ലാ ആവശ്യവും അറിയ ദൈവമേ, ഒരിക്കൽ കൂടി കരങ്ങൾ നീട്ടി എന്നെ അത് സ്പർശിക്കണമേ, എന്നെ അത് വിശദീകരിക്കണമേ. ഹൃദയം തുറങ്ങി എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവേ, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവേ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്ത പരിഹരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ഈ നിമിഷം ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണയുടെ കരം നീട്ടുകയാണ്. അവിടുത്തെ സൗഖ്യത്തിന്റെ സ്പർശനം അവിടെ ഇതാ നീട്ടിത്തരുന്നു. ദുർഭകാവസ്ഥകളെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശ്രമിച്ചിട്ട് മാറാത്ത തിന്മകളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയം തുറങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരങ്ങൾ ഉയർത്തി ജീവിതത്തിൽ എല്ലാ കുറവുകളും എല്ലാ അവിശ്വസ്ത മുറിവുകളും സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറങ്ങുന്ന കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവേ, ഈ നിമിഷം ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന് ശാലോ ചാനലിലൂടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവേ കൃപ ചെയ്യണമേ. ആ വിശ്വസ്ത മുറിവുകൾ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവേ. ഒത്തിരി പരിശ്രമിച്ചിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത തഴക്കദോഷങ്ങൾ അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ കർത്താവേ. നന്മ ഇച്ഛിക്കാൻ വേണ്ടി മാത്രം പറ്റുന്ന, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭഗാവസ്ഥ ഈശോയെ അവിടുന്ന് കാണുന്നുണ്ടല്ലോ. പത്രോസിനെ പോലെ ഞങ്ങൾ കരയുന്നു, പൗലോസിനെ പോലെ ഞങ്ങൾ കരയുന്നു, പാവനിയായസിനെ പോലെ ഞങ്ങൾ കരയുന്നു. കർത്താവേ, ഞങ്ങളെ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഹൃദയം തുടങ്ങി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈശോയെ, യേശുവേ, ഈശോയെ, കരങ്ങൾ താഴ്ത്തി സാധിക്കുന്നതല്ല ഈശോയുടെ സന്നദ്ധയിൽ മുട്ടുകുത്തി ദിവികാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് ഹൃദയം കൊണ്ട് കർത്താവിന് തീരുമാനമെടുക്കാം. കർത്താവ്, എൻ്റെ നാവിനെ പരിപൂർണമായും ഈശോയുടെ സന്നദ്ധയിലേക്ക് ഞാൻ വരമേൽപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ എല്ലാ അകൃത്യങ്ങളും അവിടുന്ന് പൊറുക്കണം. വിലകെട്ട പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന അവിടുത്തെ വാഗ്ദാനം കർത്താവെ ഞങ്ങളുടെ നാവിലേക്ക് അവിടുന്ന് പകരണം. ഞങ്ങളുടെ സംസാരം കേൾക്കുന്ന അനുഗ്രഹം പ്രാപിക്കണം. ഞങ്ങളുടെ സാന്നിധ്യം വഴി മറ്റൊരു അഭിഷേകം പ്രാപിക്കണം. പ്രവാചകന്റെ അതരത്തെ വിശുദ്ധീകരിച്ച കർത്താവെ, ഇന്ന് ശുശ്രൂഷ പകരം ഞങ്ങളുടെ മേൽ പുതിരഭിഷേകം ചൊരിയണമേ. ദിവികാരനെ ഈശോ ആശീർവദിക്കുന്ന സമയം കരങ്ങൾ ഈശോയുടെ സ്ഥലത്തേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് ദിവികാരനെ ഈശോയെ നോക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സമർപ്പിച്ച് ഹൃദയം തുടങ്ങി അവിടുത്തെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ. ഈശോയേ, ഹൃദയം നുറങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ്. മനം മുരുകിയവരെ അവിടെ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, ദേശത്ത് ഏത് ദിക്കിലാണെങ്കിലും നിന്നെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ നിലവിളി അവിടുന്ന് കേൾക്കുന്നുണ്ട്. ഈശോയേ, 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 കരങ്ങൾ കൂപ്പി ജീവിതത്തെ പരിപൂർണമായി ഈശോയുടെ സന്നിധിയിൽ കൊടുക്കാം. കണ്ണുകടച്ച് നമ്മളെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഓരോരുത്തരും ഹൃദയം കൊണ്ട് കർത്താവിനോട് സംസാരിക്കട്ടെ. പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ കർത്താവേ. ലോകത്തിന്റെ വ്യർത്ഥതകളെ ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവേ.